صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. ബഹുമാനമുള്ള ശ്രോതാക്കളെ, നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രസക്തവും പ്രാധാന്യവും ശ്രേഷ്ഠതയും അർഹിക്കുന്നതാണ്. പക്ഷെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വല്ലാത്ത വിഷമമാണ്. നിസ്കരിക്കാൻ കയറുമ്പോൾ നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടിയാലുടൻ പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ കച്ചവടങ്ങളിലും ഭൗതിക താല്പര്യങ്ങളിലും മനസ്സിങ്ങനെ പാറിപ്പറന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ നിസ്കാരത്തിൽ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ട്, ഇഖ്ലാസ് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പ്രയാസകരമായ ഒരു അന്തരീക്ഷം, ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരം കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഇബാദത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു. അതിന്റെ തുടക്കത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത്, മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇബ്ലീസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശൈത്താൻ വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. നബിയെ, അങ്ങ് പറയുക, റബ്ബി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു, മിൻ ഹമസാത്തി ശയാതീൻ, ശൈത്താനിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അവൻ എന്നിൽ ഹാളിറാവുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത്, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുക, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് ചൊല്ലി നിസ്കാരത്തിലേക്ക് നിയ്യത്ത് ചെയ്ത് പ്രവേശിക്കുക. നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാനും ഇഖ്ലാസ് കിട്ടാനും, നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കുക എന്ന ഏറ്റവും വലിയ പുണ്യ ഇബാദത്തിന്റെ സുഖം മാനസികമായ സംതൃപ്തിയോടെ അനുഭവിക്കാൻ ഇത് ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ബഹുമാനമുള്ള ശ്രോതാക്കളെ, നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രസക്തവും പ്രാധാന്യവും ശ്രേഷ്ഠതയും അർഹിക്കുന്നതാണ്. പക്ഷെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വല്ലാത്ത വിഷമമാണ്. നിസ്കരിക്കാൻ കയറുമ്പോൾ നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടിയാലുടൻ പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ കച്ചവടങ്ങളിലും ഭൗതിക താല്പര്യങ്ങളിലും മനസ്സിങ്ങനെ പാറിപ്പറന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ നിസ്കാരത്തിൽ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ട്, ഇഖ്ലാസ് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പ്രയാസകരമായ ഒരു അന്തരീക്ഷം, ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരം കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഇബാദത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു. അതിന്റെ തുടക്കത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത്, മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇബ്ലീസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശൈത്താൻ വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. നബിയെ, അങ്ങ് പറയുക, റബ്ബി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു, മിൻ ഹമസാത്തി ശയാതീൻ, ശൈത്താനിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അവൻ എന്നിൽ ഹാളിറാവുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, നമ്മൾ ചെയ്യേണ്ടത് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുക. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് ചൊല്ലി നിസ്കാരത്തിലേക്ക് നിയ്യത്ത് ചെയ്ത് പ്രവേശിക്കുക. നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാനും ഇഖ്ലാസ് കിട്ടാനും, നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കുക എന്ന ഏറ്റവും വലിയ പുണ്യ ഇബാദത്തിന്റെ സുഖം മാനസികമായ സംതൃപ്തിയോടെ അനുഭവിക്കാൻ ഇത് ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.